പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും JCNDST എന്ന ഗ്രൂപ്പിലൂടെ ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങളുടെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രതികരണവും ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു മതം സ്ഥാപിച്ചുവോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ബൈബിളിലൂടെ. കർത്താവായ യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നുവോ ഈ ലോകത്തിലേക്ക് മനുഷ്യ അവതാരമെടുത്ത്, അല്ലെങ്കിൽ മനുഷ്യ വേഷത്തിൽ മനുഷ്യനായി ഇവിടെ കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള കർത്താവിന്റെ അതിയായ ആഗ്രഹമായിരുന്നുവോ, അതാണോ ഇവിടെ നിറവേറിയത് എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട്. ചരിത്രത്തിന്റെ പല പുസ്തകങ്ങളുണ്ട്. ഇതിനകത്ത് ലോകമതങ്ങളുടെ ചരിത്രം എന്ന് പറയുന്ന ഈ പുസ്തകം, ലോകമതങ്ങളുടെ ചരിത്രം, ഡോക്ടർ ചന്തവിള മുരളി, ഇതാണ് ആ പുസ്തകം. ഡോക്ടർ ചന്തവിള മുരളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 77-ാമത്തെ പേജിൽ ഇങ്ങനൊരു വാക്ക്, താൻ മതങ്ങളെക്കുറിച്ച്, മറ്റുള്ള മതങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ക്രിസ്തു മതത്തെയും താൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പേജ് 77-ൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ക്രിസ്തു സ്ഥാപിച്ച മതമായതുകൊണ്ടാണ് ക്രിസ്തു മതത്തിന് ആ പേരുണ്ടായത്. ശ്രദ്ധിക്കണം, ഇത് ഇദ്ദേഹം, ഈ ഡോക്ടർ ചന്തവിള കുരുവിള മാത്രം പറയുന്ന ഒരു വാക്കല്ല, അദ്ദേഹം മാത്രം രേഖപ്പെടുത്തിയ ഒന്നല്ല. മിക്ക ചരിത്രകാരന്മാരും പല മത നേതാക്കന്മാരും ഈ ലോകത്തിലുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഇതേ സ്വരത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ് യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുവാൻ ഇവിടെ കടന്നു വന്നു എന്നുള്ളത്. ഇത് തികച്ചും ദൈവവചനത്തിന് വിരുദ്ധമാണ്. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അനേക തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 23-ന്റെ 14-15 വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ഒരു മതപ്രചാരകൻ അല്ലായിരുന്നു. ആ മതപ്രചരണം കപടഭക്തിക്കാരുടെ ഒരു സ്വഭാവമാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! അപ്പൊ ഈ കപടഭക്തിക്കാരാണ് മതത്തെ വളർത്താൻ, മതത്തെ ഉയർത്തുവാനായിട്ട് വെമ്പൽ കൊണ്ട് അതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കപടഭക്തിക്കാരായിട്ടുള്ളവരുടെ ഒരു ലക്ഷണമാണ്. യേശു ക്രിസ്തു അതിനെതിരായിരുന്നു. നിങ്ങൾ പലരെയും മതത്തിൽ ചേർക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ അവരെ ഇരട്ടി നരകത്തിന് നിങ്ങൾ യോഗ്യരാക്കുന്നു. നിങ്ങളെക്കാൾ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്നു. എത്ര വളരെ അർത്ഥവത്തായി ഇന്നത്തെ കാലം വെച്ച് ചിന്തിക്കുമ്പോൾ. ഇന്നുള്ള മതങ്ങളെല്ലാം, ക്രൈസ്തവ മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഹൈന്ദവ മതമാകട്ടെ, അവരുടെ മതത്തിന് വേണ്ടി ചാകാൻ അണികളെ
വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, അതിനുവേണ്ടി കർത്താവിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയല്ല, മതം പ്രചരിപ്പിച്ച ആ പ്രചാരണത്തിന് വേണ്ടി ആയിരങ്ങൾ മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദിവസം തോറും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പദ്ധതി ഇപ്പോൾ ഉള്ളത് കൊണ്ട് എല്ലാം വളരെ പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കക്ഷി വൈരാഗ്യങ്ങൾ. ഇന്ന് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഒരു പുരോഹിതനെ ബലമായി പിടിച്ചു വെക്കുന്നു, അദ്ദേഹത്തെ തള്ളി മറിച്ചിടുന്നു, തമ്മിൽ ഏറ്റുമുട്ടുന്നു. പുരോഹിതന്മാരിങ്ങനെ നിൽക്കുക, ഈ അണികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാ. എന്തിനു വേണ്ടിയാ? അവരുടെ മതത്തിന് വേണ്ടി. യേശുക്രിസ്തുവിന്റെ പേരിൽ മതമുണ്ടാക്കിയിട്ട് ആ മതത്തിനു വേണ്ടി പാവപ്പെട്ട ജനങ്ങൾ തമ്മിലടിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ മതവും ഇവിടുത്തെ രാഷ്ട്രീയവുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. രണ്ടിന്റെ പണി ഇങ്ങനെ തന്നെയാണ്. മതമായാലും രാഷ്ട്രീയമായാലും അവരുടെ നിലനിൽപ്പിന് കാരണം അണികളാണ്. ഈ അണികളെ തമ്മിൽ അടുപ്പിച്ചെങ്കിൽ മാത്രമേ പല മതങ്ങൾക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. പണ്ട് നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയം ഭരിക്കുക എന്നുള്ളതാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇവിടെയുള്ള ജനത്തെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിന്റെ മേൽ ഒരു അധികാരി ആയിരുന്നു കൊണ്ട് ഭരിക്കുക എന്നുള്ളത് ഈസ്റ്റ് ഇന്ത്യ നയം. അത് തന്നെയാണ് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ. വളരെ കഷ്ടം എന്നേ പറയാനുള്ളൂ. മതത്തിനു വേണ്ടി സ്വന്തം സമസൃഷ്ടങ്ങൾ, സഹോദരങ്ങൾ തമ്മിലടിക്കുന്നു, ഏറ്റുമുട്ടുന്നു, അവരുടെ രക്തപ്പുഴ ഇവിടെ ഒഴുകുന്നു, അവരുടെ തല തകർത്തു കളയുന്നു, അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു. വളരെയധികം മ്ലേച്ഛകരമായിട്ടുള്ള, പരിതാപകരമായിട്ടുള്ള, മൃഗീയമായിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ മതങ്ങൾ അധപ്പതിച്ചു. യേശുക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വന്ന വ്യക്തിയല്ല. അപ്പൊ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇതാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകത്തിന് യോഗ്യനാക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞ ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരും മതം സ്ഥാപിക്കാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള പ്രേരണയും അവർ കൊടുത്തില്ല. മതത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മതം ഇവിടെ സ്ഥാപിക്കുവാൻ നമ്മൾ വാളെടുക്കണം, നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ യുദ്ധത്തിന് പോകണം, അതിന് എതിരായിട്ട് ആര് വന്നാലും അവരെ തകർത്ത് കളയണം, അവരെ കൊന്നാണെങ്കിലും നമ്മുടെ മതം ഇവിടെ ഉയരണം, മനുഷ്യനെ കൊന്ന് ഉയർത്തുന്നതാണ് ഈ മതം എന്നുള്ളത് ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയ സ്നേഹിതരെ, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ മഹാപുരോഹിതനും സദൂക്യർ, ശാസ്ത്രിമാര്, സദൂക്യര്, പരീശന്മാര്, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ, പല മതക്കാരുണ്ട്. ഈ സദൂക്യർ എന്ന് പറയുന്ന മതം യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മതമാണ് സദൂക്യർ. അവരുടെ ഉപദേശത്തിൽ ചില വ്യത്യാസമുണ്ട്. ശാസ്ത്രിമാരുടെയും സദൂക്യരുടെയും ഒക്കെ ഉപദേശത്തിന് പല വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലോ ഇന്ന് ചെയ്യുന്നത്. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞു എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? അപ്പോസ്തലന്മാരെ പിടിച്ചു, ഈ മതക്കാർ പൊതു തടവിലാക്കി. അപ്പോസ്തലന്മാരാരാ? അതൊരു മതം പ്രചരിപ്പിക്കുന്ന മതപ്രചാരകർ അല്ലായിരുന്നു. അവരെ ആരാണ് തടവിലാക്കിയത്? ഈ മതക്കാര്, സദൂക്യ മതക്കാര്. മറ്റുള്ള അക്കാലത്തുണ്ടായിരുന്ന മതങ്ങൾ
എതിരായിരുന്നു. അവരുടെ മതത്തിന് വിരോധമായി ഇവർ പ്രസംഗിക്കുന്നു എന്നാണ് അവർ കണ്ടുപിടിച്ച കുറ്റം. യേശുവിലും അപ്പോസ്തലന്മാരിലും ഒക്കെ കണ്ടുപിടിച്ച് ഇവർ നമ്മുടെ മതത്തിന് വിരോധമായി, നമ്മുടെ സമുദായത്തിന് വിരോധമായി, നമ്മുടെ പദ്ധതികൾക്ക് വിരോധമായി അവർ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അപ്പോസ്തലന്മാരും മതവിശ്വാസികളല്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 5:17 നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തി 24:11-14 വായിക്കുമ്പോൾ മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇവർ മതഭേദം എന്നാണ് യഥാർത്ഥ ദൈവമക്കളെ വിളിച്ചുകൊണ്ടിരുന്ന മതഭേദം. അപ്പൊ ഇവർ മതഭേദം എന്ന് പറഞ്ഞാലും ഇവർ പറയുന്ന മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം. അപ്പൊ ക്രിസ്തു ഇവിടെ ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. മതം എന്നാൽ അതിന്റെ അർത്ഥം എന്താ? മതം എന്നാൽ അഭിപ്രായം എന്നാണ്. ഏതെങ്കിലും ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അങ്ങനെ ഒരു അഭിപ്രായം സ്ഥാപിക്കുവാൻ വന്നവനല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവനൊരു മതം സ്ഥാപിക്കുവാൻ വന്നവനല്ല. ഒരു മതത്തിന്റെയും യാതൊന്നും നമ്മുടെ യേശു ആഗ്രഹിക്കുന്നില്ല. ഒരു മതത്തെ തകർക്കുവാനോ തകർത്തിട്ട് മറ്റൊരു മതം വളർത്തുവാനോ യേശു ഒരിക്കലും തന്റെ അപ്പോസ്തലന്മാർക്ക് പ്രേരണ കൊടുത്തിട്ടില്ല. അവരാരും അത് ചെയ്തിട്ടില്ല. ചെയ്ത തെളിവ് തരുവാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. ജീവിത അനുഭവമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിലൂടെ അല്ലാതെ ആർക്കും യഥാർത്ഥമായ യേശുവിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയെ നമ്മൾ പണം കൊടുത്ത് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചു. നമ്മളെക്കാൾ പണം കൊടുക്കാൻ കഴിവുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ അവൻ അങ്ങോട്ട് പോകും. അപ്പൊ പണം കൊടുത്തോ പദവി കൊടുത്തോ ഒരുവനെ കൊണ്ടുവരുന്നത്, ഒരുവനെ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ്. അത് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ ചെയ്യുകയില്ല. അപ്പോസ്തലന്മാരുടെയും കർത്താവിന്റെയും കൽപ്പനകള് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും പണം കൊടുത്ത് മനുഷ്യനെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിലേക്ക് കൊണ്ടുവരികയില്ല. അത് ഉറപ്പായ സംഗതിയാണ്. ആരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് പണം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് പണം കൊടുത്തിട്ട് മറ്റുള്ളവരെയെല്ലാം ക്രിസ്തീയ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് നേടാനാ? എന്റെ കയ്യിലെ പണം തീർന്നു കഴിയുമ്പോൾ ഈ വന്നവന്മാര് നമുക്കിട്ട് വില വെക്കുകയില്ലേ? നമ്മളെക്കാൾ പണം കൊടുക്കുന്ന വേറൊരുത്തിന്റെ കൂടെ പോവുകയില്ലേ? പണം കൊടുത്ത് ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റില്ല, മതം മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തി പോലും ഇന്നേ വരെ ഈ യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ അവർ വന്നിട്ടുണ്ട് അവരുടെ ജീവിത അനുഭവം വെച്ചാണ്. അവർ നിന്നിട്ടുള്ള സാഹചര്യങ്ങളും അവരുടെ അധ്വാനങ്ങളും അവരുടെ പരിശ്രമങ്ങളും അവർക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ സമാധാനം കിട്ടുന്നിടത്തേക്ക് അവർ ചായുക സ്വാഭാവികമാണ്. അങ്ങനെ ചാഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെ എത്ര പണം കൊടുത്തും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. എല്ലാ മതത്തിൽ നിന്നും വിശ്വാസ ജീവിതത്തിലേക്ക് മാനസാന്തരപ്പെട്ട ദൈവത്താൽ വിളിച്ച അനവധി വ്യക്തികൾ ഉണ്ട്. ഈ ലോകത്തിലെ ഒരു പണപ്പാർട്ടികൾക്കോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ തോക്കിന്റെ മുൻപിലോ അവർ വിശ്വാസം ത്യജിച്ച് പോകില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. അവനാണ് എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ
ആപത്തോ വാളോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ ഇവിടുത്തെ അധികാരികൾക്കോ ഒരിക്കലും കഴിയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടുമുട്ടിയവൻ അവൻ ഒരിക്കലും അതല്ലേ രക്തസാക്ഷികളുടെ വലിയൊരു സമൂഹം ക്രിസ്തീയ സഭയ്ക്കുള്ളത്. ക്രിസ്തീയ സഭയിൽ രക്തസാക്ഷികളുടെ വലിയൊരു സമൂഹം. അവരതിനുവേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചുകൊടുത്തു. കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിയുടെ മുൻപിൽ അവർ വിരണ്ടോടി ബൈബിളും വലിച്ചെറിഞ്ഞ് ഞങ്ങൾക്ക് ഈ വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ് പുറകോട്ടോടുന്ന ഒരു ജീവിതമല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മത നേതാക്കന്മാർക്കോ അറിയത്തില്ല. അവരോർക്കുന്നു പണം കൊടുത്ത് ആരെയൊക്കെ നേടാം, പണം കൊടുത്താൽ പലരും പോകും, പലരും കിട്ടും. ഇല്ല സ്നേഹിതരെ, നിങ്ങൾ യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ നിങ്ങളുടെ പണക്കൂമ്പാരങ്ങൾ അവർക്കത് ഏതുമില്ല. അവരുടെ ലക്ഷ്യം ഈ ലോകത്തിലുള്ള യാതൊന്നിലുമല്ല. അവർക്കറിയാം അവരുടെ ആത്മാവിന്റെ നിത്യരക്ഷ, അവരുടെ ആത്മാവിന്റെ നിത്യമായുള്ള വാസം, നിത്യമായിട്ടുള്ള സ്വസ്ഥത അവരനുഭവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം 70 80 എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ ജീവിതമൊക്കെ അവരെ ത്യജിച്ചവരാ. അതിന് വലിയ വില കൽപ്പിക്കുന്നവരല്ല. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറഞ്ഞതെന്താ? യെരൂശലേമിൽ എന്തു സംഭവിക്കും എന്ന് ഞാൻ അറിയുന്നില്ല. ഒരുപക്ഷെ മരണം സംഭവിച്ചേക്കാം, എങ്കിലും ക്രിസ്തുവേശു എനിക്ക് തന്ന ശുശ്രൂഷ നിറവേറ്റണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും വളരെ തെറ്റിദ്ധരിച്ചിരിക്കുക. പണം കൊടുത്ത് പലരെയും നേടാമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ നേടുന്നവർ ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിയായിരിക്കില്ല. അവരവസരവാദികളാണ്. അങ്ങനെ കുറച്ച് അവസരവാദികളെ സമ്പാദിക്കാനായിട്ട് യേശു പഠിപ്പിച്ചിട്ടില്ല. അവസരവാദികളെ ചേർത്ത് നിർത്തിയാൽ ഇവിടെ ആർക്കും ഒരു വിജയമില്ല. ഹല്ലേലൂയ. ഇനി അടുത്ത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 24:14 വായിച്ചല്ലോ. മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം. അപ്പോൾ മതമല്ല, മാർഗമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്തുവാ? ക്രിസ്തീയ മതം കർത്താവ് സ്ഥാപിച്ചിട്ടില്ല. യേശു ക്രിസ്തു ക്രിസ്തീയ മത സ്ഥാപകൻ അല്ല. യേശു ക്രിസ്തു ആരാണെന്നുള്ള തെളിവുകൾ ഒത്തിരി ഞങ്ങളുടെ JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ അതെല്ലാം ഒന്ന് കാണണം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് യേശു ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ വരവിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു മതം സ്ഥാപിക്കാൻ വന്നതല്ല. ആമേൻ. യേശു ക്രിസ്തു മതം സ്ഥാപിക്കാൻ വന്നതല്ല. ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശു തന്നെ മറ്റുള്ള പടയാളികളോടും മതപുരോഹിതന്മാരോടും ഒക്കെ പറഞ്ഞു എന്താ? ഇപ്പോൾ വേണമെങ്കിൽ എന്നെ രക്ഷിക്കാനായിട്ട് സ്വർഗീയ ദൂതന്മാരോട് പറഞ്ഞാൽ 1000 ഇവിടെ ഇറങ്ങി വരും. എന്റെ രാജ്യം ഐഹികമല്ല. ഹല്ലേലൂയ. അങ്ങനെയായിരുന്നുവെങ്കിൽ സേവകർ പോരാടുമായിരുന്നു എന്ന് യേശു പറഞ്ഞു. അണികളെ നിരനിരയായിട്ട് നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ച് സംഘടനയുടെ ബലം കാണിക്കുവാൻ വേണ്ടിയുള്ളത് ഒരിക്കലും ക്രിസ്ത്യാനിത്വമല്ല. അത് ജാതികളുടെ വഴിയാണ്. നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ മതം യേശു ക്രിസ്തു സ്ഥാപിച്ചതല്ല എന്നാണ് പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞത്. ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്നത്. ബൈബിളിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് നമുക്ക് കാണാൻ കഴിയുന്നത്.
വെറും 3 സ്ഥലങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ ആയിരക്കണക്കിന് വാക്യങ്ങളുണ്ട്. എന്നാൽ 3 സ്ഥലങ്ങളിൽ മാത്രമേ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 19 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 26 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 19 മുതൽ ഞാനൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്തൊൻപതിന്റെ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 19 മുതൽ 11-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് വായിക്കുക. ദയവായിട്ട് മാന്യ സ്നേഹിതർ ഒന്ന് ശ്രദ്ധിച്ചാലും. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. ഇനി അതിന്റെ 26-ാം വാക്യം ഞാൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കണം. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ബഹുജനത്തെ ഉപദേശിച്ചു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ശ്രദ്ധിച്ചല്ലോ, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ചാണ് തന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ഉണ്ടായത്. ഇനി രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 28. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ എന്റെ ഈ കയ്യിലെ ചങ്ങല ഒഴികെ എന്നെ പോലെയാകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അഗ്രിപ്പ രാജാവുമായിട്ടുള്ള ഒരു സംഭാഷണം. അഗ്രിപ്പ രാജാവിനോട് ചോദിച്ചു. പൗലോസിനെ ചോദ്യം ചെയ്തപ്പോൾ അഗ്രിപ്പ രാജാവിനോട് ചോദിച്ച ചോദ്യം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 28-ാം വാക്യം നമ്മൾ അവിടെ വായിക്കുമ്പോൾ, 26-ന്റെ 28, ഞാനത് ഒന്ന് വായിച്ച് ഒന്നുകൂടെ കേൾപ്പിക്കാം. 26-ന്റെ, ഇങ്ങനെ പ്രതിപാദിക്കയിൽ, ഒരു പ്രതിവാദം അവിടെ നടക്കുക. ഇങ്ങനെ പ്രതിപാദിക്കയിൽ ഫെസ്തോസ്, പൗലോസേ നിനക്ക് ഭ്രാന്തുണ്ട്. പൗലോസ് പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഇത് ഭ്രാന്താണ് എന്ന് ഫെസ്തോസ് പറഞ്ഞു. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. നിനക്ക് വിദ്യ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ചതാണ്. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നു. രാജാവിന് ഇതിനെ കുറിച്ച് അറിവുണ്ടല്ലോ. രാജാവ് ഇച്ചിരി അറിവുള്ളവനാ. അത് പൗലോസിന് അറിയാം. പൗലോസ് അതിനെക്കുറിച്ച് എടുത്തു പറയാ. രാജാവ് അടുത്ത് നിൽപ്പുണ്ട്. ഇത് ഞാൻ ഭ്രാന്ത് പിടിച്ചിട്ട് പറഞ്ഞതല്ല എന്ന് രാജാവിനും അതിനെക്കുറിച്ച് അറിയാം. നിനക്കറിയത്തില്ലെങ്കിലും, രാജാവിന്റെ കൂടെയുള്ള നിനക്കറിയത്തില്ലെങ്കിലും രാജാവിനും അതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. രാജാവിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് അവനോട് എനിക്ക് സംസാരിക്കുവാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാം. അവൻ പറയില്ല ഞാൻ ഭ്രാന്തനാണെന്ന്. എന്റെ വിദ്യാബഹുത്വത്താൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് രാജാവ് പറയില്ല. രാജാവിന് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി രാജാവിന്റെ അനുയായിക്ക്, അല്ലെങ്കിൽ രാജാവിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ, രാജകൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആളിനോട് ഇവിടെ പറയുകയാണ്. അവന് ഇത് ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. പൗലോസ് പറഞ്ഞ പ്രയോഗം കേട്ടോ.
രാജാവിനെ ഇവിടെ പല രാജാക്കന്മാർക്കും പല നേതാക്കന്മാർക്കും അറിയാവുന്നേ യേശു മാത്രമാ ദൈവമെന്ന്. പിന്നെ ജനങ്ങളെ നിലനിർത്താനും മനുഷ്യനെ പേടിച്ചും മതത്തെ പേടിച്ചും യേശു ദൈവമാണെന്ന് ഉറക്കെ പറയാൻ അവർക്ക് പറ്റുന്നില്ല. നമ്മള് രാഷ്ട്രീയ നേതാക്കന്മാരെ പല പെന്തക്കോസുകാരും വിളിച്ച് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കാറുണ്ട്. ഉദ്ഘാടനത്തിനും അവരുടെ കൺവെൻഷൻ നടക്കുമ്പോഴും ഒക്കെ അവരൊക്കെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കും നമ്മൾ കേൾക്കാറുള്ളതല്ലേ. അവരെന്താ പറയുന്നത്? യേശു ദൈവമാണെന്നാ പറയുന്നത്. യേശുവിനെ കുറിച്ച് വാനോളം അവർ പുകഴ്ത്താറുണ്ട്. അവർക്കതെല്ലാം അറിയാവുന്നേ. എങ്കിലും അവരെന്ത് ചെയ്തു? അവര് അവരുടെ മതത്തെയും മറ്റുള്ള മനുഷ്യനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സാരം. നമുക്കറിയാം, മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ എം എൽ എ ഉണ്ട്, അതുപോലെ എം പിമാരുണ്ട്. ഈ സത്യങ്ങൾ അറിയാവുന്നവർ. ഹല്ലേലൂയ. നല്ല യാഥാർത്ഥ്യമാണ്. അത് പൗലോസിന് മനസ്സിലായി. പൗലോസ് പറയുകയാണ്, രാജാവ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതൊരു കോഡിൽ നടന്നതല്ല. വിശ്വസിക്കുന്നുവോ? എന്നിട്ട് അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? അതൊരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെയാകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ എന്നാ ചോദിച്ചത്. അപ്പോ അല്പം കൊണ്ടോ അധികം കൊണ്ടോ എന്റെ വചനം കേൾക്കുന്നവരെല്ലാവരും എന്നെ പോലെ ആയിത്തീരണമെന്ന് പൗലോസ് പറയുക. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആഗ്രഹം. അതാണ്. കാരണം ഇതിന്റെ സന്തോഷം, ക്രിസ്തീയ സന്തോഷം പണം ലഭിച്ചത് കൊണ്ടുള്ള സന്തോഷമല്ല, പണം ലഭിക്കുന്നത് കൊണ്ടുള്ള സന്തോഷമല്ല, ആഹാരത്തിന്റെ ലഭിക്കുന്ന കൊണ്ടുള്ള സന്തോഷമല്ല, വീട് ലഭിക്കുന്ന സന്തോഷമല്ല, നമുക്ക് വാഹനം ലഭിക്കുന്ന സന്തോഷമല്ല. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുകയില്ല. അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റുകയുള്ളൂ. അനുഭവിച്ചിട്ടുള്ളവര് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറിച്ചെടുക്കുവാൻ, പിടിച്ചെടുക്കുവാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ? മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? പട്ടിണിയോ സങ്കടമോ പരിഹാസമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മളെ വേർപെടുത്തുവാൻ കഴിയില്ല. അവൻ രണ്ടാമത് ക്രിസ്ത്യാനി എന്നുള്ള പദം അഗ്രിപ്പ രാജാവിനറിയാം, താൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ബൈബിളിൽ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 26-28 വാക്യത്തിലാണ്. ഇനി മൂന്നാമത് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് പത്രോസിന്റെ ലേഖനത്തിലാണ്. 1 പത്രോസ് 4:16. അങ്ങനെയാ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് അവിടെ കാണാൻ കഴിയും. അവസാനം പത്രോസ് പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട്, ഏത് നാമം? ക്രിസ്ത്യാനി എന്നുള്ള നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രയും വേണ്ടത്. ഈ 3 സ്ഥലങ്ങളിലേ ഉള്ളൂ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു.
അപ്പൊ ക്രിസ്ത്യാനി എന്നുള്ള ക്രിസ്തീയ മതം സ്ഥാപിക്കുവാൻ യേശു വന്നില്ല. യേശു ക്രിസ്തു തന്നെയാണ് വഴിയും, അവൻ തന്നെയാണ് സത്യം, അവൻ തന്നെയാണ് ജീവൻ, അവനാണ് മാർഗം. ഹല്ലേലൂയ. യഥാർത്ഥ മാർഗത്തെ കണ്ടെത്തിയവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. നാമതേ ക്രിസ്ത്യാനിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത് കേട്ടോ. മറ്റു പല സംഘടനയുടെ പേരിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെയുള്ള സംഘടനകൾ ഇവിടെ ഉണ്ട്. സംഘടനയുടെ പേരിൽ ഒത്തിരി ക്രിസ്ത്യാനികളും ഇവിടെയുണ്ട്. ആ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല പറയുന്നത്. ഇതിനകത്തെല്ലാം ജീവിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്. ഇതിനകത്തെല്ലാം യഥാർത്ഥമായി യേശുവിനെ കണ്ടുമുട്ടിയ, യേശുവിനെ കുറിച്ച് രുചിച്ചറിഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനിയുണ്ട്. അതാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിയാണ് സ്വർഗം മാനിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചുവല്ലോ. ഒന്നാമത് നമ്മൾ കണ്ട ക്രിസ്ത്യാനി എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 11:26. രണ്ടാമത്തെ ക്രിസ്ത്യാനി എന്നുള്ള പദം കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 26:28. മൂന്നാമത്തെ ക്രിസ്ത്യാനി എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നത് 1 പത്രോസ് 4:16. ഈ 3 സ്ഥലങ്ങളിൽ മാത്രമേ ക്രിസ്ത്യാനി എന്നുള്ള പേര് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇനി നമ്മൾ അല്പമായി ചിന്തിച്ച ഒരു ഭാഗം കൂടെ അങ്ങ് പറയുകയാണ്, പറഞ്ഞു തീർക്കാം. ഈ ക്രിസ്ത്യാനികൾ എന്ന് പേര് ആർക്കാ ഉണ്ടായത്? അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 11:26. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായി. അപ്പൊ ശിഷ്യന്മാർക്ക് ലഭിച്ച പേരാണ് ക്രിസ്ത്യാനി എന്നുള്ള പേര്. ഒരുവൻ ശിഷ്യനായി തീർണമെങ്കിൽ എന്തായിരിക്കണം? അവന്റെ ചിന്ത എന്തായിരിക്കണം? അവന്റെ പ്രവൃത്തി എന്തായിരിക്കണം? ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അവൻ എങ്ങനെ ഇവിടെ ജീവിക്കണം? കാണുന്ന എല്ലാത്തിനെയും ക്രിസ്ത്യാനി എന്ന് വിളിക്കരുത്. ഇവിടുത്തെ മദ്യപാനിയെയും വ്യഭിചാരം ചെയ്യുന്നവനെയും പണം ഉണ്ടാക്കാൻ വേണ്ടി സകല തരികിടയും ആത്മീയ കോളത്തിൽ കാണിക്കുന്ന എന്നുള്ള കർത്താവിന്റെ ദാസന്മാരെന്ന് പറഞ്ഞ് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുവനും ഈ ക്രിസ്ത്യ സമൂഹത്തിലോ യേശുവിന്റെ ശിഷ്യഗണത്തിലോ പെടുന്നില്ല. ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ട്. ആർക്കാണ് ഈ പേര് പറയുവാൻ യോഗ്യൻ എന്ന് ബൈബിളിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അന്തസ്സായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ബുക്കിൽ SLC ബുക്കിലോ നമ്മുടെ സർട്ടിഫിക്കറ്റിലോ എഴുതി വെച്ചാലും സ്വർഗം അംഗീകരിക്കുകയില്ല. സഭയുടെ രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടെങ്കിലും സ്വർഗം അംഗീകരിക്കുകയില്ല. ക്രിസ്ത്യാനിക്ക് ഒരു ജീവിതമുണ്ട്, അവനൊരു ലക്ഷ്യമുണ്ട്, അവനൊരു പദ്ധതിയുണ്ട്. അവന്റെ ലക്ഷ്യം എന്തായിരിക്കണം? പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവനാണ് എന്റെ സമ്പാദ്യം, അവനെ വിറ്റ് കാശുണ്ടാക്കുമെന്നല്ല പറഞ്ഞതിന്റെ സാരം കേട്ടോ. അവനാണ് എന്റെ ഉപനിധി, അവൻ എന്റെ ഉപനിധിയാണ്. ഹല്ലേലൂയ. അവസാന സമയം വരെ അവൻ എന്നെ നിലനിർത്തുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ലഭിച്ച പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര്. ഇനി അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ 31-ാം വാക്യം ഞാൻ വായിക്കാം. ക്രിസ്ത്യാനി എന്ന പേര് ശിഷ്യന്മാർക്ക് ലഭിച്ച പേരാണ്. ഇനി ആരാണ് ശിഷ്യന്മാർ? അതിനെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറഞ്ഞിട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ശിഷ്യന്മാര് ക്രിസ്ത്യാനിയെന്നോ ശിഷ്യന്മാരെന്നോ ഒരുവൻ പേരെടുത്താൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം, എങ്ങനെ ജീവിക്കുന്നവനായിരിക്കണം? ഹല്ലേലൂയ. ദൈവവചനത്തിന് വിരുദ്ധമായി ചലിക്കുന്നവൻ, ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ, ദൈവവചനത്തിന് വിരുദ്ധമായി മുൻപോട്ട് പോകുന്നവൻ, അവന്റെ ലേബലിൽ ക്രിസ്തീയ പേരുണ്ടെങ്കിലും അവന്റെ സഭയുടെ സംഘടനയുടെ രജിസ്റ്റർ ബുക്കിലുണ്ടെങ്കിലും സ്വർഗം അവനെ അംഗീകരിക്കുന്നില്ല, അവൻ ക്രിസ്ത്യാനി ആയിരിക്കില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വായിക്കാം. യോഹന്നാൻ 8:31. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ ആരാ? യേശുവിന്റെ ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വിളിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ ആരാ? യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ.
എന്റെ പ്രിയ സ്നേഹിതരെ, ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ഞങ്ങളുടെ ചാനലിൽ JCNDSD എന്ന ചാനലിൽ കയറി നോക്കിയാൽ അവിടെ കാണാം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ എങ്ങനെയാ നിൽക്കുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശം ആരിലൂടെ വേണം നമ്മൾ പഠിക്കാൻ, ക്രിസ്തുവിന്റെ ഉപദേശം കൊടുക്കാൻ ക്രിസ്തു അധികാരപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ്, അധികാരപ്പെടുത്തിയ അധികാരം അനുസരിച്ച് അവര് എന്താണ് ഇവിടെ ചെയ്തത്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കയറി ഇടയ്ക്ക് ഒന്ന് കാണുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ശിഷ്യന്മാരെന്ന് പറഞ്ഞ കാര്യം എന്താ? ക്രിസ്ത്യാനി ആരാണെന്ന് അറിയണം. ക്രിസ്ത്യാനി ശിഷ്യന്മാരാ. അവിടെ യേശുവിന്റെ ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനി എന്നുള്ള പേര് അന്ത്യോക്യയിൽ വെച്ചുണ്ടായത്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവര്, വചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവര്. ഹല്ലേലൂയ. അവരാണ് ശിഷ്യന്മാര്. യോഹന്നാൻ 13:34 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, 34-35. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ, ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കാണാം, സഭയിൽ കിടന്ന അച്ഛന്മാരും പുരോഹിതന്മാരും വിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടി ഉന്തും തള്ളും ഉണ്ടാകുന്ന തെറിവിളി, അടിയും ബഹളവും, വോട്ടെടുപ്പിന് പെന്തക്കോസുകാർ നടത്തുന്ന കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. വോട്ടിന്റെ സമയത്ത് അവരുടെ വെല്ലുവിളികളും അവരുടെ ആവേശവും ഒക്കെ കാണുന്നതല്ലേ. എന്നിട്ടും അവന്റെ പേര് ക്രിസ്ത്യാനിന്നാ. അപ്പോൾ ഇവിടെ ആരാ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒന്നാമത്തെ വാക്യം ഞാൻ വായിച്ചു. യോഹന്നാൻ 8:31. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് എന്റെ ശിഷ്യന്മാർ. യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കണം. വചനം വിട്ടുള്ള കളി വേണ്ട, വചനം വിട്ടുള്ള പ്രവൃത്തി വേണ്ട. ആമേൻ. അവരാണ് ശിഷ്യന്മാര്. രണ്ടാമത് നാം വായിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും പറയും. അപ്പോൾ ശിഷ്യന്മാരെന്ന്, നിങ്ങളാണ് യേശുവിന്റെ ശിഷ്യന്മാരെന്ന് മറ്റൊരു വിധത്തിൽ നിങ്ങളാണ് ക്രിസ്ത്യാനികളെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ സഭയിലെങ്കിലും തമ്മിൽ ഒന്ന് സ്നേഹിച്ച് കാണിക്ക് സ്നേഹിത, സ്നേഹിച്ച് കാണിക്ക് പുരോഹിത, സ്നേഹിച്ച് കാണിക്ക് പാസ്റ്ററെ. അല്ലാതെ ക്രിസ്ത്യാനി എന്നുള്ള നെറ്റിയിൽ പേര് വെച്ചുകൊണ്ട്, നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ ക്രിസ്ത്യാനി എന്നുള്ള പേര് വെച്ചതുകൊണ്ട് അത് സ്വർഗം അംഗീകരിക്കുന്ന ക്രിസ്ത്യാനിയല്ല, സാത്താന്റെ കരങ്ങളിലെ കളിപ്പാവയായ ക്രിസ്ത്യാനികളാണ്. ഇനി അടുത്ത വാക്യം, യോഹന്നാൻ 15:8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. ഫലം കായ്ക്കണം, നല്ല ഫലം കായ്ക്കണം. നല്ല ഫലം കായ്ക്കാത്ത ഫലത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ധാരാളം വിശദീകരണങ്ങൾ പറയാനുണ്ട്. നല്ല ഫലം വായിക്കണം. കർത്താവായ യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ക്രിസ്ത്യാനിയാകാനുള്ള ചില യോഗ്യതകൾ അവിടെ പറയുന്നു കേട്ടോ. ഇനി യോഹന്നാൻ 17:20 നമ്മൾ വായിക്കുമ്പോൾ, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ. അപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് അപ്പോസ്തലന്മാരുടെ വചനം അനുസരിക്കുമ്പോഴാണ്. അപ്പോസ്തലന്മാരുടെ വചനത്തിലൂടെ അല്ലാതെ യേശുവിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരെയാണ്. അപ്പോസ്തലന്മാരുടെ വചനത്തെ അവർ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടും. എന്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കൽപ്പന അനുസരിക്കുന്നവരായി നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വരും കാലങ്ങളിൽ, കർത്താവിന്റെ വരവിനോട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ, കർത്താവിന്റെ കാഹളനാദം മുഴങ്ങുന്നതിന് മുൻപേ യഥാർത്ഥ ക്രിസ്ത്യാനിയായി, യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിപ്പാൻ സ്വർഗം എനിക്കും നിങ്ങൾക്കും ഇവിടെ നൽകട്ടെ. ആമേൻ.